ഹായ്, ഞാൻ ഡോക്ടർ അനു. സോ നമുക്കിന്ന് വളരെ കോമൺ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൾഡ് ഫുഡ്സ് അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള കഴിക്കുമ്പോൾ ഭയങ്കര ഷാർപ്പ് പെയിൻ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് പുളിപ്പ് പോലെ ഫീൽ ചെയ്യുക. അതാണ് ബേസിക്കലി സെൻസിറ്റിവിറ്റി. ഈ സെൻസിറ്റിവിറ്റി വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് വരുന്നത് ഇനാമൽ വെയർ ആണ്. നമ്മുടെ പല്ലിന് 3 ലെയേഴ്സാണ് ഉള്ളത്: ഇനാമൽ, ഡെന്റിന്, പൾപ്പ്. സോ ഔട്ടർ ലെയർ വരുന്നത് ഇനാമലാണ്. സോ ഈ ഇനാമൽ പോകുമ്പോൾ നമുക്ക് പുളിപ്പ് ഫീൽ ചെയ്യും. സോ ഇനാമൽ പോകാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ ആയിട്ട് വരുന്നത് നമ്മുടെ ഹാർഡ് ബ്രഷിംഗ് ആണ്. നമ്മളെപ്പോഴും ബ്രഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ബ്രഷ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽസ് ഉള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ഹാർഡ് ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇനാമൽ പോകാനുള്ള റീസണാണ്. പിന്നത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഓവറായിട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ അധികമായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നവരാണെങ്കിലും ഇനാമൽ വെയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നത്തെ റീസൺ ഫോർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഗം റിസെഷൻ ആണ്. ഗം റിസെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണ പല്ലിൽ നിന്ന് വിട്ട് അകന്നു പോകുക. ഈ ഗം റിസെഷൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡെപ്പോസിറ്റ്സ് ആണ്. പല്ലിലുള്ള ഹാർഡ് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ കാൽക്കുലസ്. ഇത് നമ്മുടെ പല്ലിലിരിക്കുമ്പോൾ ഈ മോണ പല്ലിൽ നിന്ന് വിട്ട് താഴത്തോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വൺസ് ഇൻ എ ഇയർ ഫുൾ മൗത്ത് ക്ലീനിങ് നമ്മൾ ചെയ്യണം. പിന്നെ വേറെ റീസൺ ഫോർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡെന്റൽ കേരീസ് അല്ലെങ്കിൽ പല്ലിലെ കേടുകളാണ്. സോ പല്ലിൻ്റെ കേട് കാരണം വരുന്ന സെൻസിറ്റിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കോൾഡ് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കിത് കാണാൻ പറ്റും. കേടുകൾ കാരണം വരുന്ന സെൻസിറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻസിറ്റിവിറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് പല്ലിൻ്റെ ഫ്രാക്ചേഴ്സ്. പല്ല് പൊട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. പിന്നത്തെ റീസൺ എന്ന് പറയുന്നത് അട്രീഷൻ ആണ്. അട്രീഷൻ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മേൽഭാഗം നമ്മൾ ഈ പല്ല് ഗ്രൈൻഡിങ് കാരണം തേഞ്ഞു പോലെ. മെയിനായിട്ട് ഇത് കാണുന്നത് രാത്രിയിൽ പല്ല് കടിക്കുന്നവരിലാണ്. സോ അങ്ങനത്തെ കേസസിൽ നമ്മൾ നൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരു അപ്ലയൻസ് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് സെൻസിറ്റിവിറ്റിക്കുള്ളത്. സോ എപ്പോഴും നമുക്കൊരു സെൻസിറ്റിവിറ്റി വരികയാണെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് നോക്കാണ്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. താങ്ക് യു.